കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം ചെയ്യാറുള്ള കാര്യം നമ്മൾ ഓർത്താൽ ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങ ഉപ്പിലിടാറുണ്ട്. അതായത് നല്ല സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി അതിനകത്തേക്ക് മാങ്ങ ഇടാറുണ്ട്. ഇതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മാങ്ങയുടെ ഷേപ്പ് മാറി അത് ചുരുങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ ആ ഉപ്പ് ലായനിയിലേക്ക് പോയി. അപ്പൊ ഇവിടെ നടന്ന പ്രോസസ്സിന്റെ പേരാണ് ഓസ്മോസിസ്. ഈ ഉദാഹരണം ഓർത്തിരുന്നാൽ ഈ ടോപ്പിക് പഠിക്കുവാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ഓസ്മോസിസ് എന്താണെന്നും ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നും വിശദമായിട്ട് പഠിക്കാം. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുള്ള ഒരു ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ക്രമീകരണം എന്താണെന്ന് നോക്കാം. ഇത് വലതുവശത്തായി ഒരു ടംബ്ലറിൽ സോൾവെന്റ് കാണിച്ചിട്ടുണ്ട്, ഇടതുവശത്തായി ടംബ്ലറിൽ സൊല്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവ തമ്മിൽ വേർതിരിക്കാൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ അർദ്ധധാര്യ സ്തരം? സോൾവെന്റ് തന്മാത്രകളെ മാത്രം കടത്തിവിടുകയും എന്നാൽ സൊല്യൂട്ട് മോളിക്യൂൾസിനെ കടത്തിവിടാത്തതുമായ മെംബ്രെയിൻസിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പല സെൽ മെംബ്രെയിൻസും ഈ സെമി പെർമിയബിൾ മെംബ്രെയിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ഓസ്മോസിസ് എന്ന് നോക്കാം. കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്ക് ലായകത്തിന്റെ അതായത് സോൾവെന്റിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞത് സോൾവെന്റ് ആണ്, കോൺസെൻട്രേഷൻ കൂടിയത് സൊല്യൂഷൻ ആണ്. അപ്പോൾ സോൾവെന്റ് ആ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സൊല്യൂഷനിലേക്ക് ഒഴുകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓസ്മോസിസ് അഥവാ സോൾവെന്റിന്റെ ഒഴുക്കിനെ തടയുവാൻ നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷന്റെ ഭാഗത്ത് ഒരു അധിക പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സോൾവെന്റിന്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ ഓസ്മോസിസിനെ തടയാൻ സാധിക്കും. ഈ അധിക പ്രഷറിനെ ആണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഓസ്മോസിസിന്റെയും ഓസ്മോട്ടിക് പ്രഷറിന്റെയും കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദി പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. അതായത് ഗാഢത കുറഞ്ഞ ലായനിയിൽ നിന്ന് കൂടിയ ലായനിയിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് ഒഴുകുന്ന പ്രതിഭാസമാണ് ഓസ്മോസിസ്. എക്സസ് പ്രഷർ ദാസ് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ സൊല്യൂഷൻ ടു പ്രിവെന്റ് ഓസ്മോസിസ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് തടയുന്നതിന് വേണ്ടി ലായനിയിൽ പ്രയോഗിക്കുന്ന അധിക മർദ്ദമാണ് ഓസ്മോട്ടിക് മർദ്ദം. മറ്റെല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്നും മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷറിൽ നിന്നും മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ പൈ എന്നാണ്. ഫോർ ഡയല്യൂട്ട് സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മൊളാരിറ്റി സി ഓഫ് ദി സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടി. അതായത് ഒരു നിശ്ചിത താപനിലയിൽ ഗാഢത കുറഞ്ഞ ലായനികളിൽ ഓസ്മോട്ടിക് മർദ്ദം ലായനിയുടെ മൊളാരിറ്റിക്ക് നേർ അനുപാതത്തിലായിരിക്കാം. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ തുടങ്ങാം. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു CRT. ഇവിടെ സി എന്ന് പറയുന്നത് മൊളാരിറ്റി, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഇനി മൊളാരിറ്റിക്ക് പകരം നമ്മൾ N2/V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്ത് പൈ V ഈക്വൽ ടു N2RT എന്നാക്കി. ഇനി N2വിന് പകരം നമുക്ക് എഴുതാൻ W2/M2. W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അതിനെ വീണ്ടും മോഡിഫൈ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആയ M2 ഈക്വൽസ് W2RT/πV എന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ 4 മാർഗങ്ങളിൽ ഏറ്റവും നല്ല മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. മറ്റു മാർഗങ്ങളെ അപേക്ഷിച്ച് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, പ്രോട്ടീൻ പോളിമറുകൾ ഇവയുടെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ സാധാരണയായിട്ട് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ സാധാരണ ടെമ്പറേച്ചറിലാണ് നമ്മൾ അളക്കുന്നത്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് ആണ്, മൊളാലിറ്റിക്ക് പകരം ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷനിൽ നമ്മൾ മൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഗാഢത കുറഞ്ഞ ലായനികളിൽ പോലും ഓസ്മോട്ടിക് പ്രഷറിന് വലിയ ഒരു മൂല്യം ലഭിക്കുന്നു. ഇനി മറ്റൊരു പോയിന്റ്, വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ സ്ഥിരതയില്ലാത്ത ബയോ മോളിക്യൂളുകളുടെ മോളാർ മാസ് കണ്ടുപിടിക്കാനും ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സൊല്യൂബിലിറ്റി കുറഞ്ഞ പോളിമറുകളുടെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് നോക്കാം. 2 സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. അതായത് ഒരു നിശ്ചിത താപനിലയിൽ ഓസ്മോട്ടിക് മർദ്ദത്തിന്റെ മൂല്യം ഒരേപോലെയുള്ള 2 ലായനികളെയാണ് നമ്മൾ ഐസോട്ടോണിക് ലായനികൾ എന്ന് വിളിക്കുന്നത്. When such solutions are separated by semi-permeable membrane, no osmosis occurs between them. ഈ ലായനികളെ തമ്മിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് വേർതിരിച്ചാൽ ഓസ്മോസിസ്
ഓസ്മോസിസ് നടക്കുകയില്ല. ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ബ്ലഡും നോർമൽ സലൈനും. ഇത് നമുക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു സൊല്യൂഷൻ ആണ്. നമുക്ക് ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നോർമൽ സലൈനിൽ കലർത്തി നമുക്ക് മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ബ്ലഡിന്റെ പ്രഷറും സലൈന്റെ പ്രഷറും ഈക്വൽ ആണ്. അവ ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ്. ഈ നോർമൽ സലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ നോർമൽ സലൈൻ എന്ന് പറയുന്നത്. ഇതോടൊപ്പം പഠിക്കേണ്ട രണ്ട് സൊല്യൂഷൻസ് ആണ് ഹൈപ്പർടോണിക് സൊല്യൂഷനും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനും. രണ്ട് ലായനികൾ തമ്മിൽ ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസമുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ ലായനിയെ ഹൈപ്പർടോണിക് ലായനി എന്നും ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ ലായനിയെ ഹൈപ്പോട്ടോണിക് ലായനി എന്നും വിളിക്കുന്നു. അടുത്ത ഒരു പ്രധാന ടോപ്പിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓസ്മോസിസിന് റിവേഴ്സ് ആയിട്ട് ഓസ്മോസിസിന്റെ ഡയറക്ഷൻ മാറ്റുക. എങ്ങനെ നമുക്ക് ഓസ്മോസിസിന്റെ ഡയറക്ഷൻ മാറ്റാമെന്ന് നോക്കാം. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായ ഒരു പ്രഷർ സൊല്യൂഷന്റെ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവെന്റിനെ ഡയറക്ഷൻ മാറ്റി, അതായത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുക്കാൻ സാധിക്കും. അതായത് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിനെ വേർപെടുത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഓസ്മോസിസിന്റെ ഡയറക്ഷൻ മാറ്റുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദി ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ് ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദി സൊല്യൂഷൻ. ദാറ്റ് ഈസ് ദി പ്യുവർ സോൾവെന്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദി സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോട്ടിക് മർദ്ദത്തിനേക്കാൾ ഉയർന്ന ഒരു മർദ്ദം ലായനിയിൽ പ്രയോഗിക്കുമ്പോൾ ഓസ്മോസിസ് എതിർദിശയിൽ നടക്കുന്നു. അതായത് ലായനിയിൽ നിന്ന് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ലായകം പുറത്തേക്ക് ഒഴുകുന്നു. ഇതിന് വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ച് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന ടോപ്പിക്കും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓസ്മോട്ടിക് പ്രഷറിന്റെ കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. മാർച്ച് 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 50 gram യൂറിയ, മോളാർ മാസ് 60 gram per mole per liter of solution in water has the same osmotic pressure as a solution of glucose, molar mass 180 gram per mole in water. Calculate the mass of glucose present in 1 liter of solution. എന്താണ് ക്വസ്റ്റ്യൻ? യൂറിയയുടെ ഒരു സൊല്യൂഷൻ ഉണ്ട് 15 gram യൂറിയ. അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഗ്ലൂക്കോസിന്റെ വെയിറ്റ് തന്നിട്ടില്ല, പക്ഷെ മോളാർ മാസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെ മാസ് കാണാനാണ്. ആ ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് കാണുക. പിന്നെ ഒരു ഹിന്റ് തന്നിരിക്കുന്നത് രണ്ട് സൊല്യൂഷന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ്. π1 = π2. πV = nRT എന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് π = nRT/V. π1 = π2 ആയതുകൊണ്ട് n1RT/V = n2RT/V. അപ്പോൾ ഇതിലെ RT, V എന്നിവ ഒരേപോലെയാണ്. അതുകൊണ്ട് അവ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ n1 = n2 എന്ന് ലഭിക്കുന്നു. n1 എന്ന് പറഞ്ഞാൽ W1/m1, n2 എന്ന് പറഞ്ഞാൽ W2/m2. 15/60 = W2/180. അപ്പോൾ ഇതിൽ നിന്ന് W2 എങ്ങനെ കണ്ടുപിടിക്കും? 15 × 180 the whole divided by 60. The answer is 45. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2015 മാർച്ചിൽ ചോദിച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 54ാമത്തെ പേജിലുണ്ട്. സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 200 cm³ of an aqueous solution of a protein contains 1.26 gram of the protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 × 10⁻³ bar. Calculate the molar mass of the protein. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മോളാർ മാസ് കണ്ടുപിടിക്കുക. മോളാർ മാസ് എന്ന് പറയുന്നത് W2RT/πV എന്നുള്ള ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 61.022 gram per mole. അടുത്തതായി മാർച്ച് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 55, ക്വസ്റ്റ്യൻ നമ്പർ 212. കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽസ് എക്സർട്ടഡ് ബൈ എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 1 gram of polymer of molar mass 1,85,000 in 450 milliliter of water at 37 degree Celsius. അപ്പോൾ നമ്മളോട് ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കലിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം തന്നിട്ടുണ്ട് 450 മില്ലി, അതായത് 0.45 ലിറ്റർ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 37 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലാകുമ്പോൾ 3 ടൺ കെൽവിൻ. 8.314 കിലോ പാസ്കൽ ലിറ്റർ കെൽവിൻ പെർ മോൾ. പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 30.96 പാസ്കൽ.